മറ്റൊരു പ്രധാന വാർത്തയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗദി സന്ദർശനം മാറ്റിയതായി സൗദിയിലെ സംഘാടക സമിതികൾ തന്നെ അറിയിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. സൗദിയിൽ സന്ദർശിക്കേണ്ടിയിരുന്ന നവംബർ 17-ന് ബഹ്റൈനിലേക്കാണ് മുഖ്യമന്ത്രി എത്തുക എന്നാണ് സംഘാടക സമിതി പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ എന്ന് നോക്കാം. അഫ്താബ് റഹ്മാനാണ് ചേരുന്നത്. അഫ്താബ്, എന്താണ് സംഘാടക സമിതികൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അപ്ഡേറ്റ്? ധന്യ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്, ഗൾഫിലേക്കുള്ള സന്ദർശനത്തിന് ഭാഗികമായിട്ടുള്ള അനുമതിയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ 3 ഇടങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം തീരുമാനിച്ചിരുന്നത്. 17-ന് ദമാമിൽ, 18-ന് ജിദ്ദയിൽ, 19-ന് റിയാദിൽ. ഈ തരത്തിൽ 3 ദിനങ്ങളിലായിട്ടായിരുന്നു സൗദി അറേബ്യയിലെ സന്ദർശനം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് സന്ദർശനത്തിന് ഇതുവരെ അനുമതി ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ 17-ാം തീയതിയിലെ സന്ദർശനം മാറ്റിയത് ബഹ്റൈനിലേക്കാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയിലുള്ള മലയാളം മിഷന്റെയും ഇടതുപക്ഷ സഹയാത്രിക സംഘടനകളുടെയും അവർ അറിയിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇതുവരെ കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമായിട്ടില്ല. ഒരു പക്ഷേ അത് വരും ദിനങ്ങളിൽ ലഭ്യമായേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രമതി ലഭിച്ചാൽ മാത്രമായിരിക്കും സൗദി അറേബ്യയിൽ വരുവാനും ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിക്കുകയുള്ളൂ. മലയാളം മിഷന്റെ പരിപാടിയാണ് സൗദി അറേബ്യയിലും നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ കേന്ദ്രാനുമതി വേണം. ഒപ്പം തന്നെ സൗദി അറേബ്യക്ക് അകത്ത് ആഭ്യന്തരമായിട്ടുള്ള അനുമതികൾ വേണം. ഇതെല്ലാം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന് സൗദിയിലേക്ക് എത്താനാവുക. എങ്കിൽ പോലും അതിനെ കേന്ദ്രം അനുവദിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം.